രാധേ രാധേ. ഗുഡ് മോർണിംഗ്. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് എന്താണെന്നറിയാമോ? അവന് മറ്റുള്ളവർ തെറ്റായ വഴിയിലാണ്, നിങ്ങൾ ചെയ്യുന്ന ഇന്ന പ്രവർത്തികളൊക്കെ തെറ്റാണ്, നിങ്ങളുടെ ഇന്ന സംസാരങ്ങളൊക്കെ സംസ്കാര ശൂന്യമാണ് എന്ന് വളരെ വേഗം മനസ്സിലാകും. എന്നാൽ താനും അതേ മാർഗത്തിലാണെന്നും ഇതുപോലെ തെറ്റുകൾ ഞാനും ചെയ്യുന്നുണ്ടെന്നും ഇതുപോലെ സംസ്കാരമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നും സ്വയം ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. അതായത് മറ്റുള്ളവരുടെ പ്രവർത്തികൾ കണ്ടിട്ട് അത് തെറ്റാണ്, അങ്ങനെ ചെയ്യരുതെന്ന് പറയും. ഒരിക്കൽ പോലും സ്വന്തം പ്രവർത്തികളെ ഒന്ന് നോക്കിയിട്ട് അത് തെറ്റാണ്, അങ്ങനെ ചെയ്യരുതെന്ന് ഒരിക്കലും പറയില്ല. എന്നും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കുക, ഞാൻ ഇന്ന് ചെയ്ത പ്രവർത്തികൾ എന്തൊക്കെയാണ്, അതിലെത്ര ശരിയുണ്ട്, അതിലെത്ര തെറ്റുണ്ട്. ഇന്ന് ഞാൻ സംസാരം കൊണ്ട് ആരെയെങ്കിലും വേദനിപ്പിച്ചോ എങ്കിൽ തെറ്റ്, ഇനി അത് ആവർത്തിക്കില്ല. ആരോടെങ്കിലും കോപിച്ചിട്ടുണ്ടോ, ആരെയെങ്കിലും പരിഹസിച്ചിട്ടുണ്ടോ എങ്കിൽ തെറ്റ്, അതിന് ഞാൻ ആവർത്തിക്കുകയില്ല. ഭാര്യ ഉണ്ടാക്കിയ ഭക്ഷണത്തിന് രുചി പോരാ എന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ തെറ്റാണത്, ഇനി അത് ചെയ്യില്ല. ഇന്നത്തെ ദിവസം ഞാൻ എത്ര കള്ളങ്ങൾ പറഞ്ഞു, നിസ്സാര കാര്യത്തിന് പോലും കള്ളം പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ അത് തെറ്റാണ്, ഇനി മേലാൽ ആവർത്തിക്കില്ല. ഇങ്ങനെ നമ്മുടെ കുറ്റങ്ങളും നമ്മുടെ കുറവുകളും നമ്മൾ സ്വയം കണ്ടെത്താൻ നോക്കുക, എന്നിട്ട് അത് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 1-2 മാസങ്ങൾ കഴിയുമ്പോൾ നിങ്ങളുടെ ഹൃദയം കണ്ണാടി പോലെ തെളിയും. ശുദ്ധമായ നദീതടം പോലെ, ജലാശയം പോലെ നിങ്ങളുടെ ഹൃദയം തെളിയും. അതെ, നിങ്ങൾ വിശുദ്ധനാവുകയാണ്, നിങ്ങൾ വിശുദ്ധനാവുകയാണ്. ആരാണോ സ്വന്തം കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുകയും അത് ആവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത്, അത് പുരുഷനാണെങ്കിൽ അവൻ ക്രമേണ വിശുദ്ധനായി മാറുന്നു, അവൻ വാഴ്ത്തപ്പെട്ടവനായി മാറുന്നു. സ്ത്രീയാണെങ്കിൽ അവർ മാലാഖയായി മാറുന്നു. അങ്ങനെ മാലാഖമാരാകണ്ടേ, അങ്ങനെ മാലാഖമാരാകണ്ടേ? ആകണം, മാലാഖമാരാകണം. ഗുഡ് മോർണിംഗ്. രാധേ രാധേ. ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ.